ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്തിലുള്ള ഫാൻഡം റോക്കിലേക്കാണ് വന്നത്. ഫാൻഡം റോക്ക് എന്ന് വിളിക്കാൻ കാരണം മനുഷ്യന്റെ തലയോട്ടിക്ക് സാമ്യമുള്ളതിനാലാണ് കേട്ടോ അതിനെ ഫാൻഡം റോക്ക് എന്ന് വിളിക്കുന്നത്. ആ കാണുന്നതാണ് കേട്ടോ ഫാൻഡം റോക്ക്. ഇത് പഴയ ഒരു കോറിയാണ് കേട്ടോ. കണ്ടോ, കോറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്റെ ചെറിയമ്മയും ചെറിയച്ഛനുമാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റെല്ലാം വീശുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡേഞ്ചർ സ്ഥലമാണ്. ഇതുണ്ടോ, നല്ല കാറ്റാണ് കേട്ടോ അവിടെ. അപ്പൊ നമ്മളെല്ലാരും കൂടി വന്നേക്കുന്നിതാ കുട്ടിപ്പട. നമ്മൾ അമ്പുവാവ് ഇതാ ചെറിയമ്മയുടെ കയ്യിലുണ്ട്. ഒന്നു ചാച്ചൻ. അപ്പൊ ദാ ഫാൻഡം റോക്ക്. അതേത് പറയാ? പാതിരിപ്പാറ. അങ്ങ് ദൂരെ കാണുന്നത് പാതിരിപ്പാറയാണ്. ഇവിടെ ഫുൾ പാറകളാട്ടോ. നമ്മളെ നാട്ടിലാണ് ഞങ്ങൾ കുറേ ആദ്യമായിട്ടാണ് ഞാൻ ഫാൻഡം റോക്ക് കാണാൻ വരുന്നത്. കണ്ടോ, വ്യക്തമായിട്ട് ഫാൻഡം റോക്കിന് കണ്ടോ. ഇതാണ് ഫാൻഡം റോക്കിന് നല്ല വ്യൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ. ആ കാണുന്നത് ബത്തേരി ടൗൺ ആണ് കേട്ടോ. അതവിടെ ഞാൻ കാണിച്ചു. അപ്പം വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളുണ്ട്, സഞ്ചാരം. അപ്പോൾ അതിലുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഈ ഫാൻഡം റോക്ക് എന്ന് പറയുന്നത് ശരിക്കും കണ്ടോ, ഒരു തലയോട്ടിയെ പോലെ തോന്നുന്നില്ലേ? ഇതാണ് നമ്മൾ പാറകളുടെ രാജാവ് ഫാൻഡം റോക്ക് കേട്ടോ. ണ്ടോ, ഇത് അമ്പലവയലിലുള്ള സ്ഥിതി ചെയ്യുന്നയാട്ടെ ഈ കോറി. പണ്ട് കാലത്ത് കല്ല് എടുത്തെടുത്തെടുത്ത് അങ്ങനെ ഒരു തടാകം പോലെ ആയതാണ് കേട്ടോ. ഇവിടെ നല്ല ആഴമാണ്, അതുപോലെ തന്നെ നല്ല ആമ്പലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്ര ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ പോലും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത്ര ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പേരെന്താ കുട്ടായി? പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ആറാട്ടുപാറ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാരും കാണാൻ വേണ്ടി വന്നപ്പോ നല്ല മഴ പെയ്യുന്നത് കാരണം ഞങ്ങള് പോവുകയാണ്. അത് വിട്ട് ഞങ്ങള് തോറ്റ് പിന്മാറാൻ പോവുകയാണ് അല്ലേ. ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെന്റെ അനിയത്തിയാണ്, ഇത് അനിയത്തിന്റെ മോന്, ഇത് എന്റെ മോന്. അവിടെ ഏതാ ബേക്കിൽ എന്റെ അമ്മയുടെ അനിയത്തി, എന്റെ വല്യച്ഛൻ, ഇത് എല്ലാരും അടക്കം നമ്മൾ ഇതെല്ലാം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു വ്യൂ ഒക്കെ അത്രമാത്രം ഭംഗിയാണ്. പക്ഷെ ഇതാ നമ്മളെ വേറൊരു മോനാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറക്കല്ലേ. കണ്ടോ, അപ്പൊ ഈ ഒരു അടിപൊളി സ്ഥലവും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇതൊരു പഴയ ഒരു കോറിയുടെ കുളമാണ് കേട്ടോ. ഫാൻഡം റോക്ക് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. മഴ പെയ്തത് കാരണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയതാണ് കേട്ടോ. ഇതിലൊക്കെ ഭയങ്കര ആഴെന്ന് പറഞ്ഞാൽ വീണ് പോയാൽ കിട്ടും പോലും ഇല്ല മക്കളെ. നമ്മൾ നല്ല ഹൈറ്റിലോട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഫാമിലിയൊക്കെയാണ് താഴെ നിൽക്കുന്നത്. എല്ലാവരും പേടിച്ചിട്ട് ചീത്ത അറിയാണ് കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങോട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട്, പക്ഷെ വെള്ളത്തിലേക്ക് മാത്രം ഇറങ്ങാതിരുന്നാൽ അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഈ സ്ഥലത്തിന്റെ പേര് ആറാട്ടുപാറ എന്നാണ് കേട്ടോ. കണ്ടോ, പാറ പൊട്ടിച്ച് അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കേട്ടോ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം എല്ലാ വ്യൂവും തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടും അതുപോലെ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമല്ല, കാണാൻ അത്രമാത്രം അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനും പാറേന്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്, കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. പക്ഷെ വീട്ടുകാർക്ക് എല്ലാവർക്കും പേടിയായതുകൊണ്ട് തന്നെ അവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മക്കളെല്ലാവരും ഓടി വരുന്നത് നല്ല കാറ്റും. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. മഴേന്റെ ശക്തി ഏകദേശം കൂടുന്നു തോന്നിയ സമയത്ത് നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ വയനാട്ടിലേക്ക് പ്ലാൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾ വരരുത് കേട്ടോ. കുറച്ചധികം ദിവസം നിങ്ങൾ അല്ലെങ്കിൽ 1-2 ദിവസം പ്ലാൻ ചെയ്തിട്ട് വരണം. കാരണം വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളുണ്ട്.
അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അത് കാരണം നിങ്ങൾ 1-2 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് തന്നെ വയനാട്ടിലോട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ല ചിലതുണ്ട് ഫാൻഡർ റോക്ക് കറക്റ്റ് നിങ്ങൾ നോക്കിക്കേ, ദൂരെ നിന്നെല്ലാം നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു മനുഷ്യ തലയോട്ടിയെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ടൗണ് ബത്തേരി ടൗൺ ആണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണേ. ടാറ്റ.